ചില സന്ദർഭങ്ങളിൽ മതവിധിയേക്കാൾ പ്രാമുഖ്യം കൊടുക്കേണ്ടത് അദബിനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. മതവിധിയേക്കാൾ അദബിന് പ്രാമുഖ്യം കൊടുക്കണം. ഉദാഹരണം പറഞ്ഞാൽ ഫതുഹുൽ മീനിൽ എടുത്തു നോക്കിയാൽ ഒരാൾ മരിച്ചാൽ മയ്യത്ത് നിസ്കരിക്കേണ്ടത് ആരാ എന്ന് പറഞ്ഞാൽ അതിന്റെ ചുമതല ആർക്കാ? എല്ലാത്തിനും ഒരു ചുമതല വേണല്ലോ. അപ്പൊ മയ്യത്ത് നിസ്കരിക്കേണ്ട ചുമതല ആർക്കാണ് എന്ന് ചർച്ച ചെയ്യുന്നിടത്ത് നമുക്ക് കാണാനും കഴിയും. അവിടെ പറയുന്നത് കാണാം, വാപ്പുണ്ടെങ്കിൽ വാപ്പ നിസ്കരിക്കേണ്ടത്. ഒരാൾ മരിച്ചു, അയാൾ വാപ്പ ഹയാത്തിലുണ്ടെങ്കിൽ ആ വാപ്പക്കാണ് അതിന്റെ ഉത്തരവാദിത്വം. വാപ്പല്ലെങ്കിൽ പിന്നെ മകനാണ് നിസ്കരിക്കേണ്ടത്. ഇങ്ങനെ ചുമതല കൊടുത്തോലുണ്ടാവും. ഇതാണ് ഹുക്മ്. എങ്കിലും അദബാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ പാലിക്കേണ്ടത്. എന്താണ് അദബ്? ഈ വാപ്പയെക്കാളും മകനേക്കാളും ഒക്കെ ഇൽമുള്ള തഖ്വയുള്ള സ്വാലിഹീങ്ങളായ സയ്യിദന്മാരോ ആലിമീങ്ങളോ ആ സദസ്സിലുണ്ടെങ്കിൽ ഇവർ ചെയ്യേണ്ടത് എന്താ? തങ്ങൾ നിൽക്കിന്ന് പറയണം, അല്ലെങ്കിൽ ഉസ്താദ് നിൽക്കിന്ന് പറയണം. ഈ അദബാണ് നമ്മൾ ഇവിടെ പ്രാമുഖ്യം കൊടുക്കണം. മറ്റേത് അവർക്ക് ചുമതല കൊടുത്ത എന്തിനാന്ന് വെച്ചാൽ പള്ളിയിലാണെങ്കിൽ ജമാഅത്തിന് ഒരാളുണ്ടല്ലോ, അത് അയാൾ ഉത്തരവാദിത്വത്തോടെ നടത്തിക്കോളും. ഇത് മരിച്ചതിന് ഒരാൾക്ക് ചുമതല കൊടുത്തില്ലെങ്കിൽ ഇത് ആരാ ചെയ്യാന്നുള്ളത് ഉണ്ടാവില്ലല്ലോ, അതിന് കൊടുത്തതാ. അല്ലാതെ വേറെ ആരുണ്ടെങ്കിലും അയാൾ തന്നെ നിസ്കരിക്കണം എന്നതിനല്ല. അല്ലെങ്കിലും മയ്യത്ത് നിസ്കാരത്തിന്റെ ഷർത്തും ഫർളും നിയ്യത്തും ഒന്നും അറിയാത്ത ആളുകൾ അത്തരം ഘട്ടങ്ങളിൽ കയറി നിന്നാൽ അപകടം എന്താണെന്നറിയങ്ങള്, വാപ്പക്ക് കിട്ടേണ്ട ഒന്നും കിട്ടൂല. ചിലപ്പോ ഈ ജമാഅത്ത് തന്നെ ബാത്തിലായിട്ടുണ്ടാവാം, ഇമാമ് അതിന്റെ രീതിയിലല്ല നിന്നതെങ്കിൽ. അപ്പൊ അവിടെ അദബും അച്ചടക്കമുള്ള മക്കള് ചെയ്യേണ്ടത്, അറിവും പ്രാപ്തിയുമുള്ള ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആ ഉത്തരവാദിത്തത നിങ്ങളെ ഏൽപ്പിച്ചു എന്നാണ് അയാളാക്കുക വേണ്ടത്. നിങ്ങൾ നോക്കി, ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ മുൻഗാമികൾ ഈ അദബ് പാലിച്ചാ പോകുന്നത്. 4 ഖലീഫമാരെ ചരിത്രങ്ങൾ എടുത്തു നോക്കി, ഓലാരും മക്കളല്ല ഇമാമത്തുന്നത്. ആരും മക്കളല്ല. അന്നത്തെ ഏറ്റവും വലിയ ആലിമാരോ അവരെ നിർത്തിയത്. സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ വഫാത്തായിട്ട് അവരെ കുടുംബത്തിൽ എത്ര ആളുണ്ട്? അവരൊന്നല്ല നിർത്തിയത്. ആരെ? അന്നത്തെ ഏറ്റവും വലിയ ആലിമ് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനാണ് ഇമാമത്ത് നിർത്തി. ഇസ്ലാമിക ചരിത്രത്തിലൂടെ നിങ്ങൾ ഇത് കാണാം. ഈ അദബാണ് സുന്നത്തി ജമാഅത്തിന്റെ പാരമ്പര്യം. പിന്നെ ഈ മരിച്ച മകൻ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരാ? ബിദ്അത്തുകാരുണ്ടാക്കണ വാശിയാണ്. ഈ അടുത്ത് ഇപ്പൊ നമ്മളെ പരിസരത്ത്, ഞാൻ സ്ഥലം പറഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരും, ഒരു മയ്യത്തുണ്ട്. അവിടെ കുടുംബക്കാരൊക്കെ പറഞ്ഞു നമ്മള് തങ്ങൾ നിന്നോട്ടെ, വലിയ ഞങ്ങളും ഉണ്ടാടെ, തങ്ങൾ നിന്നോട്ടെ. അപ്പം കുടുംബത്തിൽപ്പെട്ട ഒരു പുതിയാപ്പള പറഞ്ഞു, ഒരു മോശമല്ലേ, നമ്മളെ കുടുംബത്തിൽ ഇമാമത്തിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞാലോ അതൊരു മോശമല്ലേ എന്ന്. ദുരഭിമാനം എന്ന് പറഞ്ഞാൽ അതിനാണ്. അപ്പം ഇവലാരും നിൽക്കണില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിന്നോളാണ് പുതിയാപ്പളക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ പുതിയാപ്പള കയറി നിന്ന് വലിയ ആളായി നിന്നതാ. ആദ്യം തന്നെ പാളി ഫാത്തിയ ഉറക്കാട്ട് ഓതാൻ തുടങ്ങി. വലല്ലാലിയും വരെ ഉറക്കോതി ഫാത്തിയ. പിന്നെ അയാൾക്ക് തോന്നി ഇത് പിടുത്തം വിട്ടണെന്ന്. പിന്നെ 5-ാമത്തെ ഒരു തക്ബീറോടുപാടി ചെല്ലി. അതോടെ എന്തായി? ഷറായി മയ്യത്ത് നിസ്കാരം. അപ്പൊ ഇതിനൊന്നും നമ്മൾ നിൽക്കരുത്. അടക്ക അദബ്. വാപ്പക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയല്ലേ വേണ്ടത്, അത് ഈ മക്കളുടെ അദബ് കാരണമായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുക. അപ്പൊ അവിടെയൊക്കെ സ്വാലിഹീങ്ങളായ ആളുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിർത്തുക. ഞാൻ അത് തന്നെ ഒരു ദുരഭിമാനമായി മാറുകയും ചെയ്യരുത് കേട്ടോ. എൻ്റെ വാപ്പ വെച്ചിട്ട് ഖലീൽ തങ്ങളാണ് ഇമാമത്തുന്ന് പറഞ്ഞ് അത് പത്രത്തിൽ കൊടുക്കാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടി ആയിപ്പോയാൽ അതിനെ കൂലിയിട്ടില്ല. നമ്മൾ സ്വാലിഹീങ്ങളായ നല്ല മനുഷ്യന്മാരെ നിർത്തി അവരുടെ പിന്നിൽ ജമാഅത്ത് സ്വഹിയായ നിലക്ക് നടന്നാൽ അതിനെന്റെ വാപ്പക്ക് ഗുണമുണ്ടാവുമെന്ന ഒരു ചിന്ത മാത്രമല്ലാതെ ഇതൊന്നും വാർത്തയാക്കാനോ നമുക്ക് പേരും പെരുമയുണ്ടാക്കാനോ എന്ന് കരുതിപ്പോയാൽ അതൊക്കെ നഷ്ടക്കച്ചവടമായി മാറും. ഇതേപോലെ തന്നെയാണ് നമ്മളതാ ഓരോ സന്ദർഭത്തിലും ഇത്തരം അദബുകൾ പാലിച്ചും മര്യാദ പാലിച്ചും പോകണം. അതാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ. പിന്നെ ആത്മീയതയുടെ മറ്റൊരു ലക്ഷണം, ആത്മീയത എന്ന് പറഞ്ഞാൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചത് എന്താ, ഇങ്ങനെ ഇരുന്ന് ദിക്ർ ഇങ്ങനെ ചൊല്ലലാണ് ആത്മീയത. ദിക്ർ ചൊല്ലൽ ആത്മീയതയുടെ ഭാഗമാണ്. എന്നാൽ അതുമാത്രമാണ് ആത്മീയത, വേറെ പ്രവർത്തനങ്ങളൊന്നും ആത്മീയ പ്രവർത്തനങ്ങളല്ല എന്ന് തെറ്റിദ്ധരിച്ചു കുറെ ആളുകൾ. എന്നിട്ട് ദീനിയായ ഹൈറായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന എല്ലാവരെയും പുച്ഛിച്ച് ഞങ്ങളാണ് ആത്മീയതന്റെ ആള് എന്ന് പറയും. സഹോദരങ്ങളെ, നമ്മൾ ശ്രദ്ധിക്കണം. മഹാനായ മഹദൂം തങ്ങൾ പറയുന്നു, ആത്മീയത എന്ന് പറയുന്ന നേരത്തെ നമ്മൾ പരാമർശിച്ച പടച്ചവനെ പേടി ഒരാളെ കൽബിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി അവന് അള്ളാഹുവിലേക്ക് അടുക്കാൻ
ഏതു മാർഗവും തെരഞ്ഞെടുക്കാം. അതിന് ഓരോരുത്തരും വ്യത്യസ്ത വഴിയാണ് തെരഞ്ഞെടുത്തത്. വലികുല്ലി വാഹിദിഹിം ത്വരീഖും മിൻ തുറുഖ് യഖ്താറുഹു ഫയകൂനു മിൻ ദാ വാസിലാ. മഹാൻ പറയുന്നു, ഓരോരുത്തർക്കും വ്യത്യസ്ത റൂട്ടുകളാണ് ആത്മീയതക്ക് വേണ്ടി തെരഞ്ഞെടുത്തത്. ആ വഴിയിലൂടെ അവർ അള്ളാഹുവിലേക്ക് എത്തിച്ചേരുകയാണ്. ഉദാഹരണമായി പറയുന്നത് കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ വകകസറത്തിൽ ഔറാദി കസ്സൗമി സ്വലാഹ്. ഒന്നേതുപോലെ കജുലൂസിഹി ബൈനൽ അനാമി മുറബ്ബിയ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവർക്ക് ആത്മീയ ഉപദേശവും തെർബിയത്തും കൊടുത്ത് അവർക്കിടയിൽ പ്രവർത്തിക്കാൻ. അതൊരു റൂട്ടാണ്. അതാണ് ശരിക്കും അമ്പിയാക്കളൊക്കെ സ്വീകരിച്ച വഴി. അമ്പിയാക്കൾ ആരും ഒറ്റക്ക് ഒളിഞ്ഞിരുന്ന് ദിക്റെല്ലാം പോയവരല്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ആളുകളാണ്. അതാണ് ഏറ്റവും ഹൈറായ പ്രവർത്തനം എന്ന് പറയുന്നത്. നബിതങ്ങൾ പറയുന്നുണ്ട്, അൽ മുഅ്മിനുല്ലദീ യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ ദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ ദാഹും. ജനങ്ങളിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ, ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വരും. അതിലൊക്കെ ക്ഷമിച്ചും സഹിച്ചും ദീനീ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന മുഅ്മിൻ, അയാളാണ് ഖൈർ. ആരെക്കാൾ? മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിത്തുന്നാസ്, ജനങ്ങളിലേക്ക് ഇറങ്ങി വരൂല. അയാളെ ഇബാദത്തും ഖുർആനോത്തും നോമ്പൊക്കെ ആയിട്ട് ഒറ്റക്ക് ജീവിക്കുകയാണ്. അപ്പൊ അയാൾക്ക് ജനങ്ങളുടെ വിമർശനമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിൽ ക്ഷമിക്കുകയും വേണ്ട. പക്ഷെ അയാളെക്കാൾ ഖൈർ അള്ളാന്റെ അടുത്ത് ആരാ? ജനങ്ങളിലേക്ക് ഇറങ്ങി വിമർശനങ്ങളൊക്കെ സഹിച്ച് അടിയുറച്ച് പ്രവർത്തിക്കുന്ന ആളാണ്. കാരണം എന്താ? അത് അമ്പിയാക്കൾ സ്വീകരിച്ച റൂട്ടാണ്. അതാണ് ഏറ്റവും നല്ല വഴി. പിന്നൊരു വഴി പറഞ്ഞതാ, വകകസറത്തിൽ ഔറാദി കസ്സൗമി സ്വലാഹ്, പതിവായി ചെയ്യുന്ന കുറെ സ്വകാര്യ ഇബാദത്തുകൾ കൊണ്ടും അള്ളാഹുവിലേക്ക് അടുക്കാം. അതേതുപോലെ ചില പ്രത്യേക ദിക്റുകൾ പതിവായി ചൊല്ലുക. നോമ്പ് കൃത്യമായി എല്ലാ തിങ്കളാഴ്ച അല്ലെങ്കിൽ മാസത്തിൽ ഇത്ര ദിവസങ്ങൾ, അതല്ലെങ്കിൽ നിസ്കാരം സുന്നത്തുകൾ, ഇതൊക്കെ പതിവാക്കിയിട്ടും അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗം തിരഞ്ഞെടുക്കുക. അതൊരു വഴി തന്നെയാണ്. അതേപോലെ തന്നെ വഴിയാണ് വഖഖിദ്മത്തിൽ ലിന്നാസി വൽഹംലിൽ ഹതബ് ലിതസദ്ദുഖിൻ ബിമുഹസ്സലിൻ മുതമവ്വലാ, ജനങ്ങൾക്ക് സാന്ത്വന സേവന പ്രവർത്തനങ്ങൾ നടത്തുക. ഇത് ആത്മീയ വഴിയിൽ ഔലിയാക്കന്മാര് തെരഞ്ഞെടുത്ത ഒരു റൂട്ടാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസുല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളെപ്പോലുള്ളവർ ആ വഴി കൂടുതലായി തെരഞ്ഞെടുത്ത് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചില ആളുകൾ ഈ സാന്ത്വന പ്രവർത്തനം സേവന പ്രവർത്തനം തന്നെ നടക്കുക, ഇപ്പൊ ആർക്കും ആത്മീയത അല്ല എന്ന് പറയും. ആത്മീയതയുടെ ഭാഗം ഇഖ്ലാസ് ഉണ്ടാകുക എന്നാണ്. ചെയ്യണത് അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടിയാകുക. ആ നിയ്യത്ത് കൽബിലുണ്ടായി നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മം ഏത് തന്നെയാണ്? ആത്മീയ പ്രവർത്തനങ്ങളാണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രതിഫലം കിട്ടുന്ന ആത്മീയ പ്രവർത്തനം സംഘടനാ പ്രവർത്തന. സംഘടനാ പ്രവർത്തനം എന്നാണ് അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ സംഘടിതമായ ദീനീ പ്രവർത്തനം. ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സുബഹി ആയാൽ നമ്മളൊക്കെ നാട്ടിൽ എന്താ നടക്കുന്നത്? 6 മണിയാകുമ്പം നിങ്ങളൊന്ന് കണ്ണടച്ച് ഇങ്ങനെ ആലോചിച്ച് കേരളത്തിന്റെ ചിത്രം ഒന്ന് മനസ്സിൽ കൊണ്ടുവരിക. ലക്ഷക്കണക്കായ മുസ്ലിം വീടുകളിൽ നിന്ന് പർദ്ദയിട്ട പെൺകുട്ടികളും തൊപ്പി ധരിച്ച ആൺകുട്ടികളും ഇങ്ങനെ ഇറങ്ങിപ്പോണാണ് അല്ലെ. അതേ സമയത്ത് ലക്ഷത്തിൽ പരം വരുന്ന മുഅല്ലിമീങ്ങൾ സ്കൂട്ടർ റൂട്ട് വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതൊക്കെ അതാത് മഹല്ലിന്റെ കേന്ദ്രത്തിൽ നിർമ്മിച്ച മനോഹരമായ മദ്രസ കെട്ടിടത്തിലേക്കാണ് പോണത്. അവിടുന്ന് ഫാത്തിഹ കൊണ്ട് തുടങ്ങി ഖുർആൻ ഓതി ഫിഖ്ഹ് പഠിച്ച് തജ്വീദ് പഠിച്ച് അഖ്ലാഖ് പഠിച്ച് സ്വലാത്ത് ചൊല്ലി അവർ ഇറങ്ങിപ്പോരാണ്. ഒരെണ്ണയിട്ട യന്ത്രം പോലെ ആരും വയ്യിൽ വന്ന് ഇറങ്ങടാ അങ്ങട്ടടാ അങ്ങട്ടടാ എന്നൊന്നും പറയണ്ട അല്ലെ. ഇങ്ങനെ ഒരേ താളത്തിൽ ലക്ഷോപലക്ഷം മനുഷ്യന്മാരുടെ മക്കൾ ദീന് പഠിക്കുന്ന ഒരു സംവിധാനം ഇന്ന് ലോകത്ത് എവിടെ ഇതുപോലുള്ളത്? ഇതെന്തുകൊണ്ടാ? ഇതൊരു ഭരണകൂടം നടത്തണതല്ല. ഈ സംഘടനാ സംവിധാനം എന്തിനാന്നുള്ളതിന്റെ മറുപടിയാണ്. ഈ സംഘടനാ സംവിധാനത്തിലൂടെയാണ് നമ്മളെ ഉലമാക്കൾ ഇങ്ങനെ ഒരു അവസ്ഥ നമ്മളെ നാട്ടിലുണ്ടാക്കി. ചില ആൾക്കാരൊക്കെ ചിലരെ പിടിച്ച് നിസ്കരിപ്പിക്കലുണ്ടല്ലോ. ആ സമയത്ത് ഓൽക്ക് ഒലുണ്ടാക്കാനും ഫാത്തിഹ ഓതാനൊക്കെ പഠിച്ചത് എവിടുന്നാ? ഈ മദ്രസയിൽ നിന്നാണ്.
ഇന്നിവിടെ ഖിലാഫത്ത് നിലവിലില്ല, ഇസ്ലാമിക ഭരണ സംവിധാനമില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ദീന് ഇവിടെ നിലനിന്നു പോകുന്നത് ഈ കൂട്ടായ്മയിലൂടെയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു സംരംഭത്തോട് ചേർന്ന് നിൽക്കുക എന്നത് ഇന്നത്തെ കാലത്ത് അള്ളാഹുവിന്റെ മതം സംരക്ഷിക്കുന്നതിന് ഏറ്റവും നല്ല ഒരു സേവനമാണ്. അപ്പൊ അതൊക്കെയാണ് ആത്മീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇതൊക്കെ മാറ്റിവെച്ച് ബാക്കിയുള്ളവരങ്ങനെ ഈബത്തും നമീമത്തും പറയാൻ സ്റ്റേജ് കെട്ടി നടക്കലല്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ പടച്ചവന്റെ പൊരുത്തം ആഗ്രഹിച്ച് ഈ ഉമ്മത്തിന്റെ അറിവും അവരുടെ ആത്മീയതയും പുരോഗതിയും ലക്ഷ്യം വെച്ചാണോ നമ്മൾ ചെയ്യുന്നത്, നമ്മളെ എല്ലാ നല്ല ഹിദമകളും അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള ഉപായങ്ങളാണ്. അതിന് വേണ്ടതെന്താണ്? പടച്ചോനെയുള്ള പേടിയാണ്. ആ ചിന്തയുള്ളവരായി ജീവിച്ചു മരിക്കാൻ അർഹമുർ-റാഹിമീനായ റബ്ബ് നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇന്ന് അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമുക്ക് പറയാം. അല്ലാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ.